ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2021-22 അധ്യയന വർഷത്തെ ഹിന്ദി ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗതിവിധി 1 സൂചന ഗണ്ട് കെ അനുസാർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഓക്കെ, നമുക്ക് ഗണ്ടിക്കൊന്ന് വായിച്ചു നോക്കാം, പാരഗ്രാഫ് വായിച്ചു നോക്കാം. നീം ഉപയോഗി പേട് ഹേ. നീം എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പല്ലേ. വേപ്പ് എന്താണ്? യൂസ്ഫുൾ ആയൊരു പേടാണ്, ഒരു മരമാണ്. ഇസ്കെ പൂൾ ഓർ പത്ത दवा के काम आते हैं. इसके പൂൾ ഓർ പത്തെ ദവാ കെ കാം ആത്തെ ഹേ. ഇതിൻ്റെ പൂവും അതുപോലെ തന്നെ ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവല്ലേ. ദെൻ പത്തെ ഇലകൾ. ഇലകളും എന്തായി ഉപയോഗിക്കുന്നു? മരുന്നായി ഉപയോഗിക്കുന്നു. ദവാ മീൻസ് യെസ്, മരുന്നല്ലേ. ഓക്കെ, ഇസ്കി ചായ ശീതൾ ഹോത്തി ഹേ. ഇതിൻ്റെ ചായ ഇതെങ്ങനെയാണ്? തണുത്ത ചായ, തണൽ. ചായ മീൻസ് യെസ്, തണലല്ലേ. ശീതൾ ഹോത്തി ഹേ. നീം കെ ബീജ് സെ തേൽ നിക്കാൽത്തെ ഹേ. നീമിൻ്റെ വിത്തിൽ നിന്ന്, ബീജ് എന്ന് പറഞ്ഞാൽ വിത്താണ്. ഓക്കെ, വിത്തിൽ നിന്ന് തേൽ നിക്കാൽത്തെ ഹേ. തേൽ എന്താണ്? എണ്ണ ലഭിക്കുന്നു. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നീം കെ പേടിക്ക് ചായ കൈസി ഹോത്തി ഹേ. നീം കെ പേടിക്ക് ചായ കൈസേ ഹോത്തി ഹേ. എങ്ങനെയുള്ളതാണ്? ഗരം, ശീതൾ, വർഷ്ലി, സുൻഹ്ലി. എങ്ങനെയുള്ളതാണ് കൂട്ടുകാരെ? ശീതളാണല്ലേ. ആൻസർ എന്താണ്? ശീതൾ. നീം കെ പേടിക്ക് ചായ കൈസി ഹോത്തി ഹേ. യെസ്, ആൻസർ എന്താണ്? യെസ്, ശീതൾ. ഓക്കെ, ആൻസർ ശീതൾ. ഓക്കെ, ദെൻ നീം കെ ഫൂൽ ഓർ പത്തെ കിസ്കെ കാം ആത്തെ ഹേ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യെസ്, ദവാക്കെ. മരുന്നായിട്ടല്ലേ നീമിൻ്റെ വേപ്പിൻ്റെ പൂവും അതുപോലെ തന്നെ പത്തയും ഇലകളും ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? യെസ്, ദവാക്കെ, മരുന്നായിട്ടല്ലേ. ഓക്കെ, നീം കെ ബീജ് സെ ക്യാ നിക്കാൽത്തെ ഹേ. വിത്തിൽ, നീമിൻ്റെ വേപ്പിലിൻ്റെ വിത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? എന്താണ്? യെസ്, ആൻസർ എന്താണ്? തേൽ അല്ലേ, എണ്ണ. ഓക്കെ, ദെൻ വൃക്ഷ കെ ലിയേ പ്രയുക്ത് ശബ്ദ് കോൺസാ ഹേ. വൃക്ഷ കെ ലിയേ പ്രയുക്ത് ശബ്ദ് കോൺസാ ഹേ. ഏതാണ്? അതെ, പേടാണല്ലേ. ഓക്കെ, ദെൻ യഹാം നീം കി കോൺസി വിശേഷത ബത്തായി ഹേ. ഇവിടെ നീമിൻ്റെ ഏത് വിശേഷതയെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്? ഉപയോഗി, ഛായാഹീൻ, ഹാനികാരക്, അനുപയോഗി. ഏതാണ് പറഞ്ഞിട്ടുള്ളത്? അതെ, ഉപയോഗിയാണല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? ഉപയോഗി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗതിവിധി 2 നോക്കാം. ഗതിവിധി 2 സൂചന ഗണ്ട് കെ അനുസാർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. എന്താണ്? പാരഗ്രാഫിൽ നിന്ന് എന്താണ്? പാരഗ്രാഫ് നോക്കിയിട്ട് ഉത്തരം എഴുതാനാണല്ലേ. ഗണ്ടിക്ക് അനുസാർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഓക്കെ, നമുക്ക് പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. ഷാർക്കോ മച്ചലിയോ ക രാജ കഹാ ജാത്താ ഹേ. ഷാർക്ക് എന്താണ്? സ്രാവല്ലേ. ഷാർക്ക് എന്താണെന്ന് അറിയപ്പെടുന്നത്? മച്ചലിയോ ക രാജ, മത്സ്യങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. യഹ് ഖത്തർനാക് മച്ചലി ഹേ. ഇതെങ്ങനെയുള്ളൊരു മച്ചലിയാണ്? മത്സ്യമാണ്. അപകടകാരിയായ. ഖത്തർനാക് മീൻസ് അപകടകാരിയായ. ഇതൊരു അപകടകാരിയായ മത്സ്യമാണ്. ഗാർമേ യഹ് ബഡി ഹോത്തി ഹേ. ഇങ്ങനെയാണ്. വളരെ വലുതാണല്ലേ. ഷാർക്ക് സമുദ്രക്ക് നംകീൻ പാനീമേം പായി ജാത്തി ഹേ. അതെങ്ങനെയുള്ള വെള്ളത്തിലാണ് ജീവിക്കുന്നത്? എങ്ങനെയുള്ള ഉപ്പ് രസമുള്ള നംകീൻ പാനീമേം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. शार्क को क्या कहा जाते हैं? शार्क को क्या कहा जाते हैं? മച്ചലിയോ का രാജ, ജംഗൽ का രാജ, താലാബ് का രാജ, നദി का രാജ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഷാർക്കിനെ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മച്ചലിയോ का രാജ എന്നാണല്ലേ. മച്ചലിയോ का രാജ. ആൻസർ എന്താണ്? മത്സ്യങ്ങളുടെ രാജാവെന്ന്, അതായത് മച്ചലിയോ കാ രാജ. ഓക്കെ, ദെൻ ഷാർക്ക് മച്ചലിയോ കിസ് പ്രകാർ കെ പാനീമേം പായി ജാത്തി ഹേ. എങ്ങനെയുള്ള വെള്ളത്തിലാണ്? നംകീൻ പാനീമേലെ, ഉപ്പ് രസമുള്ള വെള്ളത്തിൽ. ദെൻ ഷാർക്ക് മച്ചലിയം കഹാൻ ദിക്കായി പടുത്തി ഹേ. ഷാർക്ക് മച്ചലിയാം കഹാൻ ദിക്കായി പടുത്തി ഹേ. എവിടെയാണ് ഉണ്ടാകുന്നത്? ജംഗൽമേം, കാട്ടിൽ, പഹാഡ്മേം, പർവ്വതത്തിൽ, സമുദ്രമേം, സമുദ്രത്തിൽ, ആസ്മാൻമേം, ആകാശത്തിൽ. എവിടെയാണ് കൂട്ടുകാരെ? സമുദ്രമേയാണല്ലേ, സമുദ്രത്തിലാണ്. ആൻസർ എന്താണ്? സമുദ്രമേം. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്? സഹി പ്രസ്താവ് കോൺസാ ഹേ. ഇതിൽ ശരിയായ പ്രസ്താവനയാണല്ലേ. ഇതിലേതാണ് കൂട്ടുകാരെ ശരിയായ പ്രസ്താവന?
നോക്കൂ, ഷാർക്ക് ചോട്ടി മച്ചിലി ഹെ. ഷാർക്ക് എന്താണ്? ഒരു ചോട്ടിയോ ചെറിയ മത്സ്യമാണ്. ഷാർക്ക് ബഡി മച്ചിലി ഹെ. ഷാർക്ക് ഒരു വലിയ മത്സ്യമാണ്. ഷാർക്ക് ശാന്ത് മച്ചിലി ഹെ. ഷാർക്ക് എന്താണ്? ശാന്തനായ ഒരു മത്സ്യമാണ്. ഷാർക്ക് നൻഹി മച്ചിലി ഹെ. നൻഹി വളരെ ചെറിയൊരു മത്സ്യമാണ്. ഇതിലേതാണ് കൂട്ടുകാരെ റൈറ്റ് ആൻസർ? യെസ്, സഹി പ്രസ്താവ് ഇതിലേതാണ്? ഷാർക്ക് ബഡി മച്ചിലി ഹെ അല്ലേ? ഓക്കെ, ദെൻ യഹാം ഷാർക്ക് കോൺസി വിശേഷത ബതായി ഗയി ഹെ. ഇവിടെ ഷാർക്കിൻ്റെ ഏത് സവിശേഷതയാണ് പറഞ്ഞിട്ടുള്ളത്? പത്തലി, ഖത്തർനാക്, സുന്ദർ, ആലസി. ഏത് സവിശേഷതയാണ്? യെസ്, ഖത്തർനാക് ആണല്ലേ, അപകടകാരിയാണ്. ഓക്കെ, ആൻസർ എന്താണ്? ഖത്തർനാക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സൂചന കവിതാംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ഗതിവിധി 3 എന്താണ്? കവിതാംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. നമ്മൾ പഠിച്ച കവിത തന്നെയാണ്. ഓക്കെ, നമുക്കത് വായിച്ചു നോക്കാം. ദേശ് ഹമാര ദേശ് ഹമാര ചമക് ജൈസെ ജഗ്മഗ് താര, ദേശ് ഹമാര സത്യ അഹിംസ കാ രഘുവാര, ദേശ് ഹമാര ബലിദാനോं ने उसे संवारा. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യഹാം നക്ഷത്ര കെ ലിയെ പ്രയുക്ത ശബ്ദ കോൺസാ ഹെ. നക്ഷത്രം എന്ന പദത്തിന് പകരം പദമാണ് ചോദിച്ചിട്ടുള്ളത്. ദേശ്, താര, രഘുവാര, സംവാര. ഇതിലേതാണ്? അതെ, താരയാണല്ലേ. താര എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രം തന്നെയല്ലേ. ആൻസർ എന്താണ്? താര. ഓക്കെ, ദെൻ बलिदानों ने हमारे देश के संवारा है. यह आशय वाली पंक्तियां कवितांश के चुनकर लिए. ഈ ആശയം വരുന്ന വരികൾ ഏതാണ് കൂട്ടുകാരെ? നോക്കൂ, ലാസ്റ്റ് 2 വരികൾ നോക്കൂ. ദേശ് ഹമാര ബലിദാനോं ने उसे संवारा. ദേശ് ഹമാര ബലിദാനോं ने उसे संवारा. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ. ഹമാരാ ദേശ് താരെ കെ സമാൻ ചമക്താ ഹെ. ദെൻ ഹമാരാ ദേശ് മേ ബലിദാനോं का कोई महत्व नहीं है. ദെൻ തേർഡ് എന്താണ്? ഹമാരാ ദേശ് സത്യ ഓർ അഹിംസ കാ രക്ഷക് ഹെ. ഇതിൽ സഹി പ്രസ്താവ് ഏതൊക്കെയാണ്? 2 സഹി പ്രസ്താവ് നമ്മളോട് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് 2 ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്? യെസ്, ഫസ്റ്റും തേർഡുമാണല്ലേ. ഓക്കെ, ഏതാണ്? हमारा देश तारे के समान चमकता है. देन हमारा देश सत्य और अहिंसा का रक्षक है. ओके, देन നമുക്ക് ഗതിവിധി 4 നോക്കാം. इंसानियत की मिसाल पाठबाग का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. लखनऊ के राजीव शर्मा और राजस्थान के पारी को घर जाने की बारी कई दिन पहले आ गई थी, लेकिन इन्होंने जाने से मना कर दिया. औरों को तकलीफ देकर उन्होंने अपना मौका दूसरे ज़रूरतमंदों के दिया. രാജീവ് ശർമ്മ का कर കഹാം ഹേ. രാജീവ് ശർമ്മയുടെ ഘർ, വീട് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാഠഭാഗം നമ്മൾ പഠിച്ച പാഠഭാഗമാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഓക്കെ, കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രാജീവ് ശർമ്മ കാ ഘർ കഹാം ഹേ. രാജീവ് ശർമ്മയുടെ വീട് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജസ്ഥാൻ, മുംബൈ, ലക്നൗ, കേരൾ. എവിടെയാണ്? അതെ, ലക്നൗവിലാണല്ലേ. ദെൻ ബിന്ദുവോं की सहायता से पारी की डायरी लिखें. എന്തൊക്കെയാണ്? നമുക്ക് ബിന്ദു ഹിൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തന്നിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? പാരിക്കിൻ്റെ ഡയറി എഴുതാനാണല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ആജ് കൈസ ദിൻ താ. आज का दिन में मैं कैसे बोलूँ എന്നത്തെ ദിവസം എങ്ങനെ മറക്കും? डायरी में लिखता हूँ. बद्रीनाथ में प्रलय में फंसे हजारों तीर्थयात्रियों का हेलीकॉप्टर के जरिए बाहर निकाला गया. मुझे और मेरा पिता राजीव शर्मा का अपने घर जाने का अवसर मिला, पर हम नहीं गए क्योंकि और की तकलीफ देखकर अपना मौका दूसरा ज़रूरतमंदों को दे दिया. इस कारण से हम दोनों लोगों की प्रशंसा का पात्र बने. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ഡയറി എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇതിന് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 7 അല്ലേ. സൂചന ചിത്രയ്ക്ക് അനുസാർ വാക്യോं को क्रमबद्ध करें. ഓക്കെ, ചിത്രം നോക്കി ആ വാക്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു കൊക്കിനെ കാണാനുണ്ടല്ലേ. ദ നെക്സ്റ്റ് പിക്ചറിൽ കൊക്കുമുണ്ട്, ബന്ദറുമുണ്ട് അല്ലേ. ദ നെക്സ്റ്റ് എന്താണ്? ബില്ലി, ബന്ദറും ബഗുലയും ഉണ്ടല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് എന്താണ്? ബാദൽ കാണാനുണ്ട്, മേഘത്തെ കാണാനുണ്ട്. ദെൻ ആരൊക്കെയുണ്ട്? നെക്സ്റ്റ് പിക്ചറിൽ ബഗുലയും അതുപോലെ തന്നെ മേഘവും
ബില്ലിയുണ്ട്, ദെൻ ബന്ദറുമുണ്ട് അല്ലേ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് സെൻറ്റൻസ് നോക്കാം. ദോനോ പാനി ടുഡ്ദേ ഹുയേ ബില്ലി സേ മില. ദെൻ ബഗുല ബഹുത്ത് പ്യാസാദ. അതിൽ ഫസ്റ്റ് വരുന്ന സെൻറ്റൻസ് ഏതായിരിക്കും കൂട്ടുകാരെ? അതെ, ബഗുല ബഹുത്ത് പ്യാസാദ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തായിരിക്കും? യെസ്, ബഗുല ബന്ദർ സേ മില. ബഗുല ബന്ദർ സേ മില. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ഏതാണ്? ബഗുല ബഹുത്ത് പ്യാസാദ. ദെൻ ബഗുല ബന്ദർ സേ മില. ഓക്കെ, ദെൻ തേർഡ് ഏതായിരിക്കും? ഓക്കെ, ബഗുല ബന്ദർ സേ മില. ദെൻ തേർഡ് യെസ്, ദോനോ പാനി ടുഡ്ദേ ഹുയേ ബില്ലി സേ മില. ഓക്കെ, ദെൻ ഫോർത്ത് ഏതാണ് വരിക? യെസ്, ഫോർത്ത് ഏതായിരിക്കും കൂട്ടുകാരെ? സബ്നെ മിൽക്കർ ബാദൽ കോ ബജായ. ദെൻ ഫിഫ്ത്ത് യെസ്, ബാദൽ വഹാ ബൂഡെ ബബുൾ മേ ഫസാദ. ഓക്കെ ഓക്കെ കൂട്ടുകാരെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗതിവിധി 8 ഡയറി പഠിക്കർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. എന്താണ്? ഡയറി വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 14 സിതംബർ ആജ് കാ ദിൻ മേ ഭൂൽ നഹീ സക്ത. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആജ് സ്കൂൾ മേ ഹിന്ദി മഞ്ച് കെ നേതൃത്വം മേ ഹിന്ദി ദിവസ് മനായ ഗയ. ഇന്നെന്താണ് സ്കൂളിൽ ഹിന്ദി മഞ്ച് കെ നേതൃത്വം എന്തുണ്ടായി? ഹിന്ദി ദിവസ് മനായ ഗയ. ഹിന്ദി ദിവസ് ആഘോഷിച്ചു. സുബഹ് 10 ബജെ പ്രധാൻ അധ്യാപക് ने समारोह का उद्घाटन किया. രാവിലെ 10 മണിക്ക് പ്രധാന അധ്യാപക് ഉദ്ഘാടനം ചെയ്തു. ദെൻ മേംനെ കവിത ഭാഷൺ ആദി പ്രതിയോഗിത മേ ഭാഗ് ലിയ. ഞാൻ എന്തൊക്കെയാണ് കൂടിയത്? മേംനെ കവിത, ഭാഷൺ, കവിത, അതുപോലെ തന്നെ പ്രസംഗം എന്നീ പരിപാടികൾക്കൊക്കെ ഞാൻ പങ്കെടുത്തു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹിന്ദി ദിവസ് സമാരോഹ് കാ ഉദ്ഘാടൻ കിസ്നെ കിയ. ഹിന്ദി ദിവസ് സമാരോഹ് കാ ഉദ്ഘാടൻ കിസ്നെ കിയ. ആരാണ് ചെയ്തത്? പഞ്ചായത്ത് അധ്യക്ഷ, പ്രധാന അധ്യാപക്, കക്ഷാധ്യാപക്, മന്ത്രി. ആരായിരുന്നു കൂട്ടുകാരെ? അതെ, പ്രധാന അധ്യാപകാണല്ലേ. ആൻസർ എന്താണ്? പ്രധാൻ അധ്യാപക്. ഓക്കെ, ആൻസർ പ്രധാൻ അധ്യാപക്. ഓക്കെ, ദെൻ ഹിന്ദി ദിവസ് സമാരോഹ് കാ പോസ്റ്റർ തയ്യാർ കരേം. ഹിന്ദി ദിവസ് സമാരോഹിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. എഴുതാം ഹിന്ദി ദിവസ്. ദെൻ ഹിന്ദി മഞ്ച് കെ നേതൃത്വമേ. ദെൻ സ്ഥാൻ സ്കൂൾ ഓഡിറ്റോറിയം, താരീഖ് 14 സിതംബർ, സമയ സുബഹ് 10 ബജെ 10 ബജെ, ഉദ്ഘാടൻ പ്രധാൻ അധ്യാപക്, പ്രതിയോഗിതയെ കവിത, ഭാഷൺ ആദി, സബ്കാ സ്വാഗത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.